നമ്മുടെ ശരീരത്തിലെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും പ്രിയപ്പെട്ട ഒന്നാണ് നമ്മളുടെ മുടിയിഴകൾ എന്ന് പറയുന്നത്. ചില സമയത്ത് നമ്മൾ കുളിക്കുമ്പോഴോ അല്ലെങ്കിൽ മുടി ചീകുമ്പോഴോ അല്ലെങ്കിൽ വെറുതെ കൈയൊന്ന് മുടിയിലൂടെ തഴുകുന്ന സമയത്തോ ഒരു കൂട്ടം മുടി അല്ലെങ്കിൽ ഒരുപാട് മുടി നമ്മൾക്ക് കൊഴിയുന്നതായിട്ട് കാണാറുണ്ട്. ഒരിക്കൽ പോലും മുടി കൊഴിച്ചിൽ അനുഭവപ്പെടാത്തതായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. അപ്പോൾ നമുക്കൊരു ഭയമാണ്, ഇത് നോർമലായിട്ട് കൊഴിയുന്നതാണോ, അല്ലെങ്കിൽ ഇത് കാരണം എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുമോ, മുടി മുഴുവനായും കൊഴിഞ്ഞു പോകുമോ എന്നൊക്കെയുള്ള ആശങ്കകൾ നമ്മളെ അലട്ടാറുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഈ മുടി കൊഴിയുന്നത് എല്ലായ്പ്പോഴും ഒരു രോഗകാരണമായിക്കൊള്ളണമെന്നില്ല. സാധാരണയായിട്ട് നമ്മുടെ മുടി വളരുന്നത് ഒരു ഹെയർ ഗ്രോത്ത് സൈക്കിളാണ്. അതായത് ഒരു സൈക്കിൾ പോലെയാണ് വളരുന്നത്. ഓരോ ഘട്ടമായിട്ടാണ് നമ്മുടെ തലയിൽ മുടി വളരുന്നത്. അപ്പോൾ ആ ഘട്ടം എന്തൊക്കെയാണ്, ആ നോർമലായിട്ട് വളരുന്ന ഓരോ മുടിയുടെ ഘട്ടം എന്താണ്, അല്ലെങ്കിൽ നോർമലായിട്ട് എത്ര മുടി ഒരു ദിവസം കൊഴിയാം, അല്ലെങ്കിൽ നോർമലി നമ്മളുടെ മുടിയുടെ ടെക്സ്ചർ, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ നമ്മുടെ മുടി നല്ല രീതിയിൽ വീട്ടിൽ പരിചരിക്കാം എന്നിങ്ങനെയുള്ള നോർമലായിട്ടുള്ള കാര്യങ്ങളും നമ്മൾ എപ്പോഴാണ് അത് മുടി കൊഴിയുന്നത് കണ്ടിട്ട് നമ്മൾ ആശങ്കപ്പെടേണ്ടത് എപ്പോഴാണ് എന്നീ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് നോർമൽ മുടി കൊഴിച്ചിലിന്റെ അളവ് എത്രയാണെന്നാണ്. അതായത് ഒരു ദിവസം എത്ര മുടി വരെ കൊഴിയാമെന്നതാണ്. ആദ്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരാളുടെ തലയിൽ ഏകദേശം 1,00,000-ഓളം വരെ മുടി ഉണ്ടാവാറുണ്ട്. അതിൽ നിന്ന് ഒരു 50 മുതൽ 100 മുടി വരെ കൊഴിയുന്നത് വളരെ നോർമലായിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നാച്ചുറലി നടക്കുന്ന ഒരു ഹെയർ ഗ്രോത്ത് സൈക്കിളിന്റെ ഭാഗമായിട്ടാണ്.